രാവിലെ എണീറ്റ് ഫ്രഷ് ആയി കിച്ചണിലേക്ക് വരുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനും എടുത്താട്ടോ വന്നത്. ഇന്നലെ വാങ്ങിയപ്പോൾ ചിക്കൻ ഫ്രഷ് ആയിട്ടോ, ഇന്നേക്ക് ഏതായാലും ഫ്രോസൺ ആയിക്കിന്. ചിക്കന്റെ ലെഗ് പീസ് മാത്രം നോക്കി വാങ്ങിയതാട്ടോ. അങ്ങനെ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടോ, അതിൽ ഐസൊക്കെ ഒന്ന് പോവട്ടെ. ഇനി നമുക്ക് തേങ്ങ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്ത് കുറച്ച് പാലെടുത്ത് വെക്കണം. ഇത് നമുക്ക് അവസാനം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാ. തേങ്ങ ഫ്രീസറിൽ വെക്കണേയും കൊണ്ട് അതിൽ നല്ല ചുടുവെള്ളം ഒഴിച്ചാട്ടോ വെച്ചത്. എന്നിട്ട് കറിയിലേക്കുള്ള സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച്. ഈ കറിയിലേക്ക് ഉരുളക്കിഴങ്ങിന് പകരം കുമ്പളം ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവായിരുന്നു. അത് ഇന്നലെ വാങ്ങാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല കേട്ടോ, അതാ ഉരുളക്കിഴങ്ങ് വാങ്ങിയത്. അങ്ങനെ ഐസ് പോയപ്പോൾ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് അങ്ങനെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലിട്ട് പച്ചമണം മാറിയപ്പോൾ അതിലേക്ക് സവാള, പച്ചമുളക്, പാകത്തിലുള്ള ഉപ്പിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇട്ട് നല്ലോണം നിൽക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഒടിഞ്ഞു വന്നതിന് ശേഷം കഴുകി വെച്ച ചിക്കനും ഉരുളക്കിഴങ്ങും അതിലേക്കിട്ട് പാകത്തിലുള്ള വെള്ളവും വെച്ച് ഒന്ന് ഇളക്കി സെറ്റ് ആക്കിയിട്ട് അവിടെ മൂടി വെച്ചിട്ടോ. ഇനി സാവധാനം അങ്ങനെ വെന്ത് വരട്ടെ. ചട്ടിയിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ചിക്കൻ കറി വെച്ചാൽ പിന്നെ നെയ്ച്ചോറും വേണമല്ലോ. അങ്ങനെ വേഗം കുറച്ച് നെയ്ച്ചോറും റെഡിയാക്കി എടുത്തിട്ടോ. അങ്ങനെ കറി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും വെച്ച് ഒന്ന് ഇളക്കി സെറ്റാക്കി ഗ്യാസ് ഓഫ് ആക്കി അവിടെ മൂടി വെച്ച് രാവിലത്തെ ചായ കുടിക്കായിട്ട് ആകെ പ്രശ്നമായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പ്ലേറ്റിലുള്ള കുബൂസിലേക്ക് കുറച്ച് കറിയും വെച്ചൊരു ചായ ഉണ്ടാക്കി മേശമ കൊണ്ടുപോയി വെച്ച് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് പള്ളക്ക് ഒരു സമാധാനമായത്. പിന്നെ വേഗം പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഷോപ്പിലേക്ക് പോവാണ്. ഷോപ്പിലെത്തിയാൽ പിന്നെ നമുക്ക് കുറെ പണി ഉണ്ടാവും. അങ്ങനെ ഉച്ചക്ക് 2 മണിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും റൂമിലേക്ക് തന്നെ പോവാട്ടോ. ഇവിടെ ഇപ്പൊ തണുപ്പുള്ള കാലാവസ്ഥ മാറി ചെറുങ്ങനെ ചൂടിലേക്ക് കയറി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ റൂമിലെത്തി വേഗം ഒരു പ്ലേറ്റ് എടുത്ത് കേൾക്കി കുറച്ച് നെയ്ച്ചോറെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് എന്നിട്ട് നമ്മളെ സ്പെഷ്യൽ ചിക്കനും കറിയും അതിലേക്ക് വെച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടോ. സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ കറി. വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീണ്ടും ഷോപ്പിലേക്ക് തന്നെ പോവാട്ടോ.